ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? യേശു കർത്താവ് സ്നാനമേറ്റ ഉടൻ തന്നെ ഒരു പ്രാവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി അവൻ്റെ മേൽ വന്ന് ആവസിക്കുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു ശബ്ദം, ഒരു ഇടിമുഴക്കം പോലെയാണ് ചില ആളുകൾക്ക് തോന്നിയത്. പക്ഷേ അങ്ങനെ ഒരു ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്തു. ഇതുപോലെ അതൊരു അക്രഡിറ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുൻപാകെ അത് അവൻ ദൈവപുത്രനാണ് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു തെളിവിനായിട്ട് രേഖകൾ ഹാജരാക്കാറുണ്ട്. ഇതുപോലെ തെളിയിക്കപ്പെടുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു കാര്യം എന്നുള്ളത്. ഇതുപോലെ ഞാൻ വിശ്വസിക്കുകയാണ്, നിങ്ങൾ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ്, നിങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പൊന്നോമന മോളാണ് അല്ലെങ്കിൽ മോനാണ് എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത് മറ്റുള്ളവരുടെ മുൻപാകെ അത് തെളിയിക്കപ്പെടാനായിട്ട് പോവുകയാണ്. എത്ര പേർ ചേർന്ന് ഒരു ആമേൻ പറയും? നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസർ, നമുക്കൊരു കീ സ്പോൺസറാണ്. കൂട്ടിക്കൽ നിന്ന് ജോ ആൻഡ് സംഗീതയാണ്. താങ്ക് യു ബ്രദർ ജോ ആൻഡ് സംഗീത. ഇന്ന് കുര്യൻ്റെ ജന്മദിനമാണ്. വാവ്, ഹാപ്പി ബർത്ത്ഡേ കുര്യൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കുര്യൻ പരിശുദ്ധാത്മാവിനോട് കൂടുതൽ അടുക്കുവാൻ, അനുഗ്രഹീതമായ ഭാവി ഉണ്ടാകുവാൻ, മകൻ്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവ് എല്ലാ നന്മകളാലും അവരെ നിറച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രവൃത്തികൾക്കായി നന്ദി പറയുന്നപ്പാ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പക്ഷേ അതിനു മുമ്പ് ഈ ശനിയാഴ്ച നടക്കാൻ പോകുന്ന അമരവിള മീറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ബ്രദർ ഡാമിയൻ തന്നെ നേരിട്ട് നൽകുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ അടുത്തതായി വരുന്നത് അമരവിളയിലേക്കാണ്. തിരുവനന്തപുരം ജില്ലയിൽ അമരവിളയിൽ ദേവിക ഓഡിറ്റോറിയത്തിൽ 2ാം ശനിയാഴ്ച ജൂലൈ 12 രാവിലെ 10 ഒരു വലിയ സംഘം കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തു നിന്നും മറ്റ് ജില്ലകളിൽ നിന്നും വന്നു ചേരുകയാണ്. നിങ്ങൾക്ക് ഈ അവസരം മിസ്സാകരുത്. കർത്താവായ യേശു വലിയ വിടുതലുകൾ, രോഗികളെ സൗഖ്യമാക്കും, അത്ഭുതങ്ങൾ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് എല്ലാവരെയും പ്രത്യേകിച്ച് സ്നേഹത്തോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനി നമ്മൾ ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഇന്നത്തെ സന്ദേശം എനിക്കറിയാം, ഈ ഫ്രൂട്ട് ഓഫ് ദി സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ ദിവസവും നമ്മൾ പഠിക്കുന്ന ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കട്ടെ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയും തോന്നരുത്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നലെയാണ് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അല്ലെങ്കിൽ ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള പഠനം ആരംഭിച്ചത്. അപ്പോൾ ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിലാണ് നമ്മൾ മിക്കവാറും എല്ലാ ദിവസവും ആ ഭാഗം ഒന്ന് ടച്ച് ചെയ്തേ പോവുകയുള്ളൂ. കാരണം അതാണ് നമ്മുടെ പഠനത്തിൻ്റെ ബേസ്, ഫൗണ്ടേഷൻ, ആധാരമായിട്ടുള്ള വചനങ്ങൾ. അപ്പോൾ ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. എന്നാൽ അതിൻ്റെ മുകളിലാണ് നമ്മൾ കണ്ടത് ജഡത്തിൻ്റെ പ്രവൃത്തികൾ. അത് 17 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അത് 17 എണ്ണത്തിൽ ഒതുങ്ങുന്നില്ല. അത് സാമ്പിൾസ് മാത്രമാണ്. അതിനെ തന്നെ നമ്മൾ ഇന്നലെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ച് ഓർക്കുന്നുണ്ടായിരിക്കും. സെക്ഷുവൽ, ദെൻ ഒക്കൾട്ടിക്, ബിഹേവിയറൽ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു 4 എണ്ണം. ഒരു പക്ഷേ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, നോട്ട്സ് എഴുതിയിട്ടുള്ളവർ അതൊക്കെ ഒന്ന് എടുത്ത് നോക്കുക. എന്നാൽ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ തുടക്കം എവിടെയാണ്? ഉൽപ്പത്തിയിലാണ്. ബുക്ക് ഓഫ് ജെനസിസ് ഈസ് ദ ബുക്ക് ഓഫ് ബിഗിനിങ്സ്. അതിലാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ആദമിനെ കർത്താവ് സൃഷ്ടിച്ചു. അവനെ ഒരു ഗാർഡനിലാണ് ആക്കിയത്. ഒരു ഗാർഡൻ ലൈഫായിരുന്നു മനുഷ്യൻ്റെ ഉൽപ്പത്തി. ഒരു പട്ടണത്തിലല്ല, ഗ്രാമത്തിലല്ല. ഇറ്റ് വാസ് ഇൻ എ ഗാർഡൻ. വേറെ ഹ്യൂമൻ ബീയിങ്സ് ഒന്നും തന്നെ ഇല്ല, അയൽവാസികളില്ല, ആരുമില്ല. ഏകനായ ഒറ്റ മനുഷ്യൻ മാത്രം. പിന്നീട് അവൻ്റെ പാർശ്വത്തിൽ നിന്ന് അവനെ ഗാർഡനെതിരെ വരുത്തി ഒരു സ്ത്രീയെ കൂടെ ഉളവാക്കി. അങ്ങനെ സ്ത്രീയും പുരുഷനുമായി ആദ്യത്തെ ദമ്പതികൾ ജീവിതം ആരംഭിക്കുന്നു. ദൈവം അവർക്ക് കൊടുത്ത ഒരു പ്രത്യേക ഇൻസ്ട്രക്ഷൻ ഇതായിരുന്നു: യഥേഷ്ടം ഈ വൃക്ഷങ്ങളെല്ലാം ആദ്യത്തെ മനുഷ്യരെ ദൈവം ആദ്യം അവരെ ഫ്രൂട്ടേറിയൻസ് ആയിട്ട്, അല്ലെങ്കിൽ ഫലവർഗ്ഗങ്ങൾ
കഴിച്ച് ജീവിക്കുന്ന രീതിയിലാണ് കർത്താവാക്കിയത്. മെയിൻ പ്രിൻസിപ്പൽ ഫുഡ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സ് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അങ്ങനെ ജീവിക്കുമ്പോഴാണ് കർത്താവ് പറഞ്ഞത്, ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു വൃക്ഷം, ആ വൃക്ഷത്തിൻ്റെ പേര് TOK, ഞാനിട്ട പേരാണ്, ദ ട്രീ ഓഫ് നോളജ് അഥവാ ജ്ഞാനത്തിൻ്റെ വൃക്ഷം. ഫുൾ ഫോം എന്ന് പറയാം, ശരിക്കും നീട്ടി പറയുവാണെങ്കിൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം, അങ്ങനെ വേണം പറയാൻ. ദ ട്രീ ഓഫ് ദ നോളജ് ഓഫ് ഗുഡ് ആൻഡ് ഈവിൾ. എന്നാൽ വേറൊരു വൃക്ഷം കൂടി അവിടെ ഉണ്ട്. അതിൻ്റെ പേര് തോട്ടത്തിൻ്റെ നടുവിൽ തന്നെയാണ്. അതിൻ്റെ പേര് ജീവൻ്റെ വൃക്ഷം. TOL എന്നാണ് ഞാനതിന് റോമന് പേര് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അബ്രിവിയേഷൻ കൊടുത്തിരിക്കുന്നത്. TOL അല്ലെങ്കിൽ ദ ട്രീ ഓഫ് ലൈഫ്, ജീവൻ്റെ വൃക്ഷം അല്ലെങ്കിൽ ജീവവൃക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ രണ്ട് വൃക്ഷങ്ങൾ. ഈ രണ്ട് വൃക്ഷങ്ങൾ സാധാരണ ഒരു ബൊട്ടാണിക്കൽ അല്ലെങ്കിൽ സാധാരണ സസ്യവർഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ വൃക്ഷങ്ങളിൽപ്പെട്ട ഒരു പ്രത്യേക സ്പീഷീസ് അല്ലായിരുന്നു. ദേ വർ ടു സൈൻ പോസ്റ്റ്, സ്പിരിച്വൽ സൈൻ പോസ്റ്റ്. ഇതാണ് ഈ രണ്ട് കൈചൂണ്ടികളാണ്, അല്ലെങ്കിൽ ഈ രണ്ട് വൃക്ഷങ്ങളാണ് മനുഷ്യകുലത്തിൻ്റെ, ഉണ്ടാകാനിരിക്കുന്ന മനുഷ്യകുലത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്ന ഈ രണ്ട് വൃക്ഷങ്ങളാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് കഴിക്കാം, ഒന്ന് കഴിക്കരുത്. രണ്ടിൻ്റെ പ്രത്യേകതകൾ ഇന്നലെ ഞാൻ സംസാരിച്ചായിരുന്നു. ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുവാണെങ്കിൽ ദൈവത്തെ ആശ്രയിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തിൽ ജീവിച്ച്, ആത്മാവിൽ നിറഞ്ഞ്, എഫേർട്ട്സ് ഒന്നുമില്ലാതെ ആ വൃക്ഷഫലം കഴിച്ച് ഇമ്മോർട്ടാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ അമർത്യതയിലേക്ക് പോകാൻ നിത്യജീവനാണ് കിട്ടുന്നത്. എന്നാൽ TOK ജ്ഞാനത്തിൻ്റെ വൃക്ഷമാണെങ്കിൽ, അതിൻ്റെ ഇത് കഴിക്കുവാണെങ്കിൽ ആദ്യം തന്നെ കണ്ണ് തുറന്നിട്ട് തെറ്റും ശരിയൊക്കെ മനസ്സിലാകാൻ തുടങ്ങും. അപ്പോൾ അതുവരെ തെറ്റും ശരിയും മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, കാരണം തെറ്റില്ല അവിടെ, എൻ്റെ ആവശ്യമേ പോലും ഇല്ല. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ തെറ്റും ശരിയൊക്കെ ഉളവാകാൻ തുടങ്ങും. അനുസരണക്കേട് വരുന്നു. അതിലൂടെ കണ്ണ് തുറക്കുന്നു. കണ്ണ് തുറന്നിട്ട് ആദ്യത്തെ ഓഫർ ദൈവത്തെ പോലെ ആകുമെന്നായിരുന്നു. പക്ഷെ അവർ ഓൾറെഡി ദൈവത്തെ പോലെ ആയിരുന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടവരെ ചതിക്കാനാണ് പാമ്പിൻ്റെ വേഷത്തിൽ, പാമ്പിൻ്റെ രൂപത്തിൽ സാത്താൻ വന്ന് അവരെ ഇതുപോലെയൊക്കെ ആക്കിക്കളഞ്ഞത്, ഇത് തിന്നുവാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ടെംപ്റ്റേഷൻ എപ്പോഴും ഉള്ളത് ഈ ജ്ഞാനം പ്രാപിക്കാനും അതിലൂടെ പലതും അറിയാൻ, അതിലൂടെ പലതും മനസ്സിലാക്കി മനുഷ്യൻ്റെ ഒരു സെൽഫായിട്ട് ബിൽഡ് ചെയ്ത് പോകുവാനാണ് എപ്പോഴും ടെംപ്റ്റേഷൻ വരുന്നത്. അപ്പം അത് പാപത്തിൻ്റെ മരമൊന്നും ആയിരുന്നില്ല, ഇത് ദൈവത്തിൻ്റെ മരവുമായിരുന്നില്ല. അങ്ങനെയൊന്നുമല്ല എൻ്റെ അർത്ഥം. ഇത് ഒന്ന് നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നു, മറ്റേത് മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. മരണത്തിലേക്ക് പോകുന്ന വഴി നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവുണ്ടാകുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ മുമ്പിൽ വരുന്നതും തെറ്റോ ശരിയോ എന്ന് വിവേചിച്ച് നല്ലത് മാത്രം തിരഞ്ഞെടുത്ത് പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരിക്കലും ആർക്കും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയുമില്ല. അതിലൂടെ സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവുന്നു, സെപ്പറേറ്റഡ് ആവുന്നു, മരണത്തിൻ്റെ വഴിയിലൂടെ പോകുന്നു. പോയി സംഭവിക്കാൻ പോകുന്നത് സ്വയനീതി പ്രവൃത്തികൾ, സ്വയമായി ചില മതങ്ങളുണ്ടാക്കി അതിന് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കി ജീവിച്ച് പോയി മരണത്തിൽ കലാശിക്കുന്നു. അപ്പോൾ ഒന്ന് ആവർത്തന പുസ്തകം 30:19 കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ഇതാ ഞാൻ നിൻ്റെ മുമ്പിൽ ജീവനും മരണവും വയ്ക്കുകയാണ്. നിനക്ക് ഒന്നുകിൽ ജീവനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ മരണത്തെ തിരഞ്ഞെടുക്കാം. എന്താണോ വേണ്ടത് തിരഞ്ഞെടുക്കുക. ഓൾറൈറ്റ്, ആ വ്യത്യാസം നമ്മൾ കണ്ടു. ഇനി ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുകയാണെങ്കിൽ ആത്മാവിൻ്റെ ഫലമാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. എന്നാൽ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമാണ് കഴിക്കുന്നതെങ്കിൽ വർക്ക്സ് ഓഫ് ദ ഫ്ലഷ് ആണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ പുറത്തേക്ക് വരും. ഇത് രണ്ടുമാണ് ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 21 വരെ വായിക്കുമ്പോൾ ജഡത്തിൻ്റെ പ്രവൃത്തികളും 22-ഉം 23-ഉം അതിൻ്റെ താഴേക്കൊക്കെ വായിക്കുമ്പോൾ ആത്മാവിൻ്റെ ഫലവും ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗിഫ്റ്റ്സ് ആൻഡ് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഒത്തിരി പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ വ്യക്തതയില്ലാത്തൊരു ഏരിയയാണ്. ആത്മാവിൻ്റെ വരങ്ങളും ആത്മാവിൻ്റെ ഫലവും എന്താണ്? ഇതുകൂടി ഒന്ന് മനസ്സിലാക്കിയ ശേഷമേ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ പറ്റും. ആത്മാവിൻ്റെ ഫലം എന്താണ്? ആത്മാവിൻ്റെ വരങ്ങൾ എന്താണ്? അവിടെയും ഒന്ന് പ്ലൂരലാണ്, ഒന്ന് സിംഗുലറാണ്. ഈ തമ്മിലൊക്കെ ബന്ധമുണ്ട്. പക്ഷേ
കാരണം അതിൻ്റെ ഉറവിടം ഒന്നാണ്. പരിശുദ്ധാത്മാവിൽ നിന്ന് തന്നെ വീണ്ടും ജനിക്കുന്നൊരു ദൈവവേദന ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആത്മാവിൻ്റെ വരങ്ങൾ, എല്ലാവരും എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഗിഫ്റ്റുകളാണ്, സമ്മാനങ്ങളാണ്, ദാനങ്ങളാണ്. മറ്റേതെന്താണ്? ഫലമാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഫലം, ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടില്ല, ഫ്രൂട്ട്സ് അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ the gifts of the Holy Spirit and the fruit of the Holy Spirit are distinct yet interconnected aspects of the Holy Spirit's work in a believer's life. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ, മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് രണ്ടും അയാൾക്ക് ലഭിക്കും അല്ലെങ്കിൽ ഉണ്ടാകും. പക്ഷെ ഒത്തിരി പേർക്ക് ഇതിനെ കറക്റ്റായി എന്താണ് വ്യത്യാസമെന്നോ, ഇതെങ്ങനെയാണ് പ്രാപിക്കുന്നത്, എങ്ങനെയാണ് വളർത്തിയെടുക്കുന്നതെന്ന് ഒത്തിരി പേർക്ക് അറിയില്ല. ഇതിലൊരു പ്രത്യേകത കണ്ടിട്ടുള്ളത് ദ ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് അഥവാ ആത്മാവിൻ്റെ വരങ്ങൾ. അതിനെക്കുറിച്ച് ഒത്തിരി ടീച്ചിങ്സ്, ഒത്തിരി ബുക്സ് ഉണ്ട്. ഞാൻ തന്നെ പോയിട്ടുള്ള പല സ്ഥലങ്ങളിലും ടീച്ചിങ്സിൽ, കോൺഫറൻസുകളിലൊക്കെ ഈ ഗിഫ്റ്റ്സിനെ കുറിച്ച് ഒത്തിരി പഠിപ്പിക്കുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പവർ മിനിസ്ട്രി തുടങ്ങി, സ്കൂൾ ഓഫ് മിനിസ്ട്രി തുടങ്ങി എല്ലാറ്റിലും ശക്തമായി പഠിപ്പിക്കുന്ന ഒന്നാണ് ആത്മാവിൻ്റെ വരങ്ങൾ, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. എന്നാൽ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള ടീച്ചിങ്സ് കമ്പാരറ്റീവ്ലി കുറവാണ്. ഒത്തിരി സ്ഥലങ്ങളിലും ഒത്തിരി പേർക്ക് അതിന് ഐഡിയ പോലും ഇല്ല, എങ്ങനെയാണ് ഇത് കിട്ടുന്നതെന്നോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നോ ഒന്നും അറിയില്ല. മാത്രമല്ല വിശ്വാസികളും അധികം അട്രാക്റ്റഡ് ആകുന്നത് ഗിഫ്റ്റ്സിലേക്കാണ്, ആത്മാവിൻ്റെ വരങ്ങളിലേക്കാണ് ആകുന്നത്. മറ്റേതിലേക്ക് അത്രയധികം താല്പര്യം കാണാറുമില്ല, അതധികം ഈൽഡ് ചെയ്യാറുമില്ല. അപ്പോൾ ഇവിടെ ആദ്യമേ മനസ്സിലാക്കേണ്ടത് ഒന്ന് ഗിഫ്റ്റ്സ് ആണ്, മറ്റേത് ഫ്രൂട്ടാണ്. സോ ഗിഫ്റ്റ്സ് ആർ മെൻഷൻഡ് ഇൻ പ്ലൂറൽ ആൻഡ് ഫ്രൂട്ട് ഇൻ സിംഗുലാർ ബിക്കോസ് ഇറ്റ് ഈസ് വൺ ഫ്രൂട്ട്. ഇപ്പോൾ ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിരിക്കുന്നതെന്ന് ഈ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെച്ചതേ ഉള്ളൂ. പക്ഷേ ഇവിടെ പറയുന്നതനുസരിച്ച് ആത്മാവിൻ്റെ ഫലം എന്നവിടെ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സമിത, ഇന്ദ്രിയം, ഇങ്ങനെ 9 പറയുമ്പോൾ ശരിക്കും 9 പറയുമ്പോൾ അവിടെ പ്ലൂരലാണ്. ലാംഗ്വേജ് അനുസരിച്ച് അല്ലേ, ഗ്രാമർ അനുസരിച്ച് ഉപയോഗിക്കേണ്ടത് അവിടെ പ്ലൂരലാണ്. ഫ്രൂട്ട്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നാണ്. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ഓറഞ്ചുണ്ട്. ഈ ഓറഞ്ച് നമ്മൾ ഒറ്റ ഫ്രൂട്ട്, ഇതിനെ ഫ്രൂട്ട്സ് എന്ന് വിളിക്കാൻ പറ്റില്ല, കൂടുതലുണ്ടെങ്കിൽ എല്ലാ ഫ്രൂട്ട്സ് എന്ന് വിളിക്കാൻ പറ്റും, ഒറ്റ ഫ്രൂട്ടാണ്. എന്നാൽ അതിൻ്റെ തൊണ്ട് നമ്മൾ പൊളിച്ച് എടുത്തു കഴിഞ്ഞാൽ, ഒന്ന് പൊളിച്ചു, അതിൻ്റെ പീസ് ഓരോന്ന് പൊളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തേക്ക് നോക്കിയാൽ അറിയാം, കാണാമോ? ഇതിൻ്റെ അകത്ത് പല സെഗ്മെൻറ്റ്സ് അല്ലെങ്കിൽ പല, നമ്മളിതിനെ അല്ലികൾ എന്ന് വിളിക്കുന്നത്, കാണാമോ? ഈ അല്ലികൾ പലതുണ്ട്. ഇത് 9 അല്ലികളുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിൽ ഓരോന്നും ആണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പരിശുദ്ധാത്മാവും നമുക്ക് നൽകുന്നത് ഒരൊറ്റ ഫ്രൂട്ടാണ്. ഈ ഒറ്റ ഫ്രൂട്ടിൽ നിന്നും, ഒറ്റ ഫ്രൂട്ടിൻ്റെ അകത്ത് എന്തിരിപ്പുണ്ട്? പല അല്ലികൾ പോലെ ഈ പറഞ്ഞ ഈ സ്നേഹം, സന്തോഷം, സമാധാനം തുടങ്ങിയത് ഓരോന്നും അതിനകത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് അതിനെ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്, ഫ്രൂട്ട്സ് എന്ന് വിളിക്കുന്നില്ല, ഒറ്റ ഫലമാണ്, മറക്കരുത്. അപ്പോൾ നമുക്ക് എന്താണ് ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്? തമ്മിലുള്ള വ്യത്യാസമാണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഗിഫ്റ്റ്സ് എന്താണ്, ഫ്രൂട്ട് എന്താണ്? ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ആർ സൂപ്പർനാച്ചുറൽ എബിലിറ്റീസ് given by the Holy Spirit to equip believers for ministry, mission and mutual edification in the body of Christ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയിൽ പരസ്പരം എങ്ങനെയാണ് ആത്മീയവർദ്ധന വരുത്തുവാനും ദൗത്യത്തിനും ശുശ്രൂഷയ്ക്കും വേണ്ടി പരിശുദ്ധാത്മ വിശ്വാസികളെ എക്വിപ്പ് ചെയ്യാൻ, അവരെ പ്രാപ്തരാക്കാൻ വേണ്ടി നൽകുന്ന പ്രകൃത്യാതീതമായ അമാനുഷികമായ കഴിവുകൾ, ശക്തി ആണ് ആത്മാവിൻ്റെ വരങ്ങൾ. അത് പ്ലൂറലാണ്, വരങ്ങൾ, ഗിഫ്റ്റ്സ്. ഇതിനെ ആത്മാവിൻ്റെ വരങ്ങൾ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് എന്ന് പറയുമ്പോൾ, അതിന് ഈ C. പീറ്റർ വാഗ്നർ എന്നൊരു ദേവദാസൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം അത്
വചനത്തിൽ നിന്ന് ഏകദേശം 27ഓളം വരങ്ങൾ, കൃപാവരങ്ങളെ അദ്ദേഹം കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. ഒത്തിരിയുണ്ട്. അതിനെ തന്നെ നമ്മൾ പ്രധാനമായും 3 തിരിക്കാറുണ്ട്. ഒന്ന് മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ വെളിപ്പെടുന്ന വരങ്ങൾ. 1 കൊരിന്ത്യർ 12 8 മുതൽ 10 വരെ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, ടു വൺ there is given through the Spirit a message of wisdom, to another a message of knowledge, to another prophecy, another distinguishing between spirits. അപ്പോൾ ഇവിടെ അതെല്ലാം കൂടി എടുത്ത് വായിക്കുവാണെങ്കിൽ ഏകദേശം നമുക്കവിടെ 9, ഇപ്പോൾ ഈ ആത്മാവിൻ്റെ ഫലം 9 പറഞ്ഞ പോലെ തന്നെ ആത്മാവിൻ്റെ കൃപാവരങ്ങൾ 9 കാണാം. അതിൽ വരുന്നത് വേർഡ് ഓഫ് വിസ്ഡം, ജ്ഞാനത്തിൻ്റെ വചനം, വേർഡ് ഓഫ് നോളജ്, പരിജ്ഞാനത്തിൻ്റെ വചനം, ഫെയ്ത്ത്, വിശ്വാസം, ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ്, രോഗശാന്തികളുടെ വരം, ദെൻ പ്രോഫസി, പ്രവചനം, മിറക്കിൾസ്, അത്ഭുതങ്ങൾ, പിന്നെ ഡിസേണിങ് ഓഫ് സ്പിരിറ്റ്സ്, ആത്മാക്കളുടെ വിവേചനം, സ്പീക്കിംഗ് ഇൻ ടങ്സ്, അന്യഭാഷകളുടെ വരം, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടങ്സ്, അന്യഭാഷകളുടെ വ്യാഖ്യാനത്തിൻ്റെ വരം. ഇങ്ങനെ 9 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ വിളിക്കുന്നതാണ് മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ വെളിപ്പെടുന്ന പ്രകടമാകുന്ന വരങ്ങളാണെന്നാണ് അതിനെ നമ്മൾ പറയുന്നത്. ഇനി അതിൻ്റെ അവാന്തര വിഭാഗങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്താണ് മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ്, ഗിഫ്റ്റ്സ് ഓഫ് ഗ്രേസ്. മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് റോമാലേഖനം 12 6 മുതൽ 8 വരെ വായിക്കുമ്പോൾ, വി ഹാവ് ഡിഫറെൻറ്റ് ഗിഫ്റ്റ്സ് അക്കോർഡിംഗ് ടു ദ ഗ്രേസ് ഗിവൻ ടു ഈച്ച് ഓഫ് us. കൃപയാൽ ലഭിക്കുന്ന കൃപാവരങ്ങൾ എന്ന് ഇതിനെയും പറയാറുണ്ട്. പലർക്കും പല രീതിയിലാണ് ദൈവാത്മാവ് നൽകുന്നത്. ഇഫ് യുവർ ഗിഫ്റ്റ് ഈസ് പ്രൊഫസൈങ്, ദെൻ പ്രൊഫസൈ ഇൻ അക്കോർഡൻസ് വിത്ത് യുവർ ഫെയ്ത്ത്. ഒരാൾക്ക് കിട്ടുന്നത് പ്രവചനപരമാണെങ്കിൽ വിശ്വാസത്തിനൊത്തോളം പ്രവചിച്ചു. ഇവർ ഈസ് സെർവിങ്, ദെൻ സെർവ്. ചിലർക്ക് സേവനം ചെയ്യാനുള്ള വരമാണെങ്കിൽ ചെയ്തു. ഇവർ ഈസ് ടീച്ചിങ്, ദെൻ ടീച്ച്. പഠിപ്പിക്കാനുള്ള വരം, പഠിപ്പിച്ചു. ഇവർ ഈസ് ടു എൻകറേജ്, ദെൻ ഗിവ് എൻകറേജ്മെൻറ്റ്. പ്രോത്സാഹനം നടത്താനാണെങ്കിൽ അത് ചെയ്തു. ഇവർ ഈസ് ഗിവിങ്, ദെൻ ഗിവ് ജനറസ്ലി. കൊടുക്കുവാനുള്ള വരമാണ്, അതൊരു വരമാണ്. ദാനം ചെയ്യാനുള്ള വരം, അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് കൊടുക്കാൻ, പാവങ്ങൾക്ക് കൊടുക്കാനുള്ള, അത് വരമാണ്. അതൊരു അങ്ങനെ വരം ലഭിച്ചവരുണ്ട്, ഔദാര്യമായി കൊടുത്തു. ഇവർ ഈസ് ടു ലീഡ്, നയിക്കാനുള്ള വരമാണെങ്കിൽ ഡു ഇറ്റ് ഡിലിജൻ്റ്ലി. ഇവർ ഈസ് ഷോ മേഴ്സി, ഡു ഇറ്റ് ചിയർഫുള്ളി. ഇങ്ങനെ ഒത്തിരി വരങ്ങളുണ്ട്. ഇതിനെല്ലാമാണ് നമ്മൾ മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ് എന്നാണ് ഇതിനെ പറയുന്നത്. കാരണം അതിലൂടെ ഒത്തിരി പേർക്ക് ഭയങ്കരമായ മോട്ടിവേഷൻ കിട്ടും. ഇനി വേറൊരു കാറ്റഗറി കൃപാവരങ്ങളുണ്ട്, അതിനെയാണ് മിനിസ്ട്രി ഓഫീസസ്, അല്ലെങ്കിൽ മിനിസ്ട്രി ഗിഫ്റ്റ്സ് എന്ന് പറയും. എക്വിപ്പിംഗ് ഗിഫ്റ്റ്സ് എന്ന് പറയാറുണ്ട്, 5-fold മിനിസ്ട്രി എന്ന് പറയാറുണ്ട്. 5 വിധ ശുശ്രൂഷയുടെ സ്ഥാനങ്ങൾ കൂടിയാണ്, അത് ഓഫീസസ് കൂടിയാണ്. ഇത് ശുശ്രൂഷകരാണ് അതിൽ നിന്ന് വരുന്നത്. എഫെസ്യ ലേഖനം 4-11-12 വചനങ്ങളിൽ നമ്മളവിടെ 5 വിധ ശുശ്രൂഷകർ, എല്ലാവർക്കും അറിയാം, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, 5 വിധ ശുശ്രൂഷകരെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. സോ അത് ഓഫീസുകൾ കൂടിയാണ്, ഓരോ സ്ഥാനങ്ങൾ കൂടിയാണ് അവിടെ വരുന്നത്. അങ്ങനെ അത് സഭയെ പണിയാൻ വേണ്ടിയിട്ടും ജനങ്ങളെ എക്വിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും, അങ്ങനെ ദൈവത്തിൻ്റെ ആ പേർപ്പസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് അതങ്ങനെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്ത് പറയുന്ന പേരാണ് ആത്മാവിൻ്റെ വരങ്ങൾ, ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിൻ്റെ വരങ്ങൾ. എന്നാൽ എന്താണ് ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്ന് നോക്കാം. The fruit of the Spirit is the visible evidence of the inward work of the Holy Spirit in a believer's life, producing Christ-like character and conduct. ഒരു വിശ്വാസിയുടെ അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ആന്തരികമായ പ്രവൃത്തി, അകത്തുള്ള പ്രവൃത്തി, അതിലൂടെ ക്രിസ്തു സമാനമായ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തെടുക്കുന്നു. അതിലൂടെ ക്രിസ്തു തന്നിൽ ജീവിക്കുന്നെന്ന് വെളിപ്പെടുന്ന രീതിയിൽ ആ സ്വഭാവങ്ങൾ വെളിയിലേക്ക് വരുന്നു. അത് പ്രകടമാകുന്നതാണ് ആത്മാവിൻ്റെ ഫലം. വാവ് വാവ് വാവ്, ദിസ് ഈസ് അമേസിങ്. കൈയുയർത്തിയ കർത്താവെ ഞങ്ങൾക്ക് വേണം, കർത്താവെ ഞങ്ങളിലിത് ഉളവായി വരണം, ഞങ്ങളിലിത് വളരണം,
ഇത് കേൾക്കുന്ന എല്ലാവരിലും അതുണ്ടാകണം. പരിശുദ്ധാത്മാവ് കൂടുതലായി ഞങ്ങൾ പ്രവർത്തിച്ച് ക്രിസ്തുവിൻ്റെ സ്വഭാവം ഞങ്ങളിൽ വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇതാണ് ഗലാത്യലേഖനം 5-ാം അധ്യായം 22-23 വചനങ്ങളിൽ കാണുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒറ്റ ഫ്രൂട്ടാണ്. അതിനകത്ത് അല്ലികളുണ്ട്. സ്നേഹം, സന്തോഷം, സമാധാനം അല്ല ഇതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ 9 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിൽ ഓരോന്നും എടുത്ത് നമ്മൾ അടുത്ത ദിവസങ്ങൾ പഠിക്കാൻ പോകും. ഓരോന്നും എടുത്ത് പഠിക്കും. അതിൽ ഇതെന്തിനു വേണ്ടിയാണ് ഇത് തരുന്നത്? ടു റിഫ്ലക്റ്റ് ദ ക്യാരക്ടർ ഓഫ് ക്രൈസ്റ്റ്. കമൻറ്റ് സെക്ഷനിൽ ഇതിൻ്റെയൊക്കെ പ്രധാനമായ കാര്യങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്തിടണം. മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഒന്ന് കാണട്ടെ. ചില സഹോദരിമാർ പ്രായമുള്ളവരാണ്, അവരൊക്കെ നന്നായി ടൈപ്പ് ചെയ്ത് പോയിൻ്റോടുകൂടി ഇതിലിടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലിടാറുണ്ട്, മലയാളത്തിലിടാറുണ്ട്. താങ്ക് യു സോ മച്ച്. ഈ പഠനം നടക്കുന്ന സമയത്ത് എല്ലാവരും എന്നോട് സഹകരിക്കണം. പ്ലീസ് 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 നിങ്ങളിത് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിലിടുക. കൂടാതെ ഇത് ടൈപ്പ് ചെയ്ത ശേഷം ഒത്തിരി പേർക്ക് ഇതിൻ്റെ നോട്ട്സ് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ബ്ലെസ്സിങ് ഗ്രൂപ്പുകളിൽ പഠിപ്പിക്കാം, കോട്ടേജ് മീറ്റിങ്ങിൽ പഠിപ്പിക്കാം, പിന്നെ ഏതെങ്കിലുമൊക്കെ ഏത് സെറ്റിങ്ങിലും ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർ പഠിപ്പിച്ചു. കാരണം ഇത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണിത്. ഓക്കെ, ഇതിലൂടെ ക്രിസ്തുവിൻ്റെ സ്വഭാവമാണ് പ്രതിഫലിക്കുന്നത്. മാത്രമല്ല, ദിസ് ഈസ് ദ എവിഡൻസ് ഓഫ് സ്പിരിച്വൽ മെച്യൂരിറ്റി. ആത്മീയമായ പക്വതയുടെ ഒരു തെളിവാണിത്. ദെൻ ദിസ് ഈസ് ടു ഡെമോൺസ്ട്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ ബൈ ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി എന്നതിൻ്റെ തെളിവാണിത്. മനസ്സിലാകുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി എന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ട് അന്യഭാഷയൊക്കെ പറയാറുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാകത്ത് വസിക്കുന്നു, ക്രിസ്തു അകത്തുണ്ട് എന്നുള്ളതിൻ്റെ തെളിവായി പുറത്തേക്ക് വരുന്ന ആത്മാവിൻ്റെ ഫ്രൂട്ടാണ്, ഫലമാണ്. എങ്ങനെയാണിത് ഡെവലപ്പ് ചെയ്യുന്നത്? ഇറ്റ് ഗ്രോസ് പ്രോഗ്രസീവ്ലി, കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അല്പാൽപമായി, കുറേശ്ശെ കുറേശ്ശെയായി, ഗ്രാജുവലായി, സ്ലോലി, കുറേശ്ശെ 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 ആയിട്ട് ഇതങ്ങ് പുറത്തേക്ക് വരും. ഇപ്പോൾ ഒരു ഫ്രൂട്ട് ഉണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാംഗോയോ എന്തെങ്കിലുമൊക്കെയാണ്. ആദ്യം ഒരു ചെറിയൊരു ബഡാണ് അതല്ലേ, ഒരു ചെറിയൊരു മൊട്ട് പോലെയാണ്. അതിനകത്ത് ചിലപ്പോൾ പിന്നെ പുഷ്പങ്ങൾ വിരിഞ്ഞിട്ട് അതിന് നടുക്കുള്ളൊരു ഭാഗമാണ് അതൊരു ഫ്രൂട്ടായിട്ട് വരുന്നത്. സമയമെടുക്കും, ആഴ്ചകളെടുക്കും അല്ലേ, ചിലതൊക്കെ വർഷങ്ങളെടുക്കും ഫ്രൂട്ട് പുറത്തേക്ക് വരാൻ. അപ്പോൾ ഇത് പതുക്കെ വരുള്ളൂ. ഗിഫ്റ്റ് അങ്ങനെയല്ല, ദാ പിടിച്ചു. ഇപ്പോൾ ഒരാൾക്ക് ഞാനിത് ഗിഫ്റ്റായിട്ട് കൊടുക്കുക, ദാ പിടിച്ചു, അടുത്ത നിമിഷം കയ്യിലെത്തി. അതാണ് ആത്മാവിൻ്റെ വരങ്ങളുടെ പ്രത്യേകത. എന്നാൽ ഫലം അങ്ങനെയല്ല. നോ 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 ഇറ്റ് വിൽ ടേക്ക് ടൈം. It requires abiding in Christ and walking in the Spirit. ക്രിസ്തുവിൽ വസിക്കണം. ഇന്നലെ നമ്മൾ ആ വചനം എടുത്ത് വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം ആദ്യം മുതൽ അങ്ങ് വായിച്ചു. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധ്യമല്ല. ആത്മാവിൻ്റെ ഫലം പുറത്തേക്ക് വരുന്നത് വസിക്കുമ്പോഴാണ്. എല്ലാവരും പറഞ്ഞേ, when we reside in Christ, when we abide in Christ, അപ്പോൾ മാത്രമേ പുറത്തേക്ക് വരൂ. പതുക്കെ പതുക്കെ അത് വരുള്ളൂ. നോട്ട് ഇൻസ്റ്റൻറ്റ് ബട്ട് ഇൻറ്റൻഷണൽ, ഡെവലപ്ഡ് ഓവർ ടൈം. ഒറ്റയടിക്ക് ആത്മാവിൻ്റെ ഫലം, കർത്താവ് ഇപ്പോൾ 9 ഫലം വരട്ടെ, സ്നേഹം, സന്തോഷം, സമാധാനം, നോ, അങ്ങനെ വരില്ല. പക്ഷേ ഇൻറ്റൻഷണലായി, ഉദ്ദേശത്തോടുകൂടെ എനിക്കത് വേണം, എനിക്കത് വളർത്തിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പതുക്കെ പതുക്കെ കൾട്ടിവേറ്റ് ചെയ്ത് ഗ്രോ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് എടുക്കുമ്പോൾ മാത്രമേ ഇത് വരികയുള്ളൂ. ഇതിൻ്റെ ഫോക്കസും ഓറിയൻറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആയിത്തീരുകയാണ്, നമ്മൾ തന്നെ രൂപാന്തരപ്പെടുകയാണ്, നമ്മുടെ സ്വഭാവമാണ് മാറുന്നത്, ദൈവമായുള്ള ബന്ധമാണ് വികസിച്ചു വരുന്നത്. തമ്മിലൊന്ന് താരതമ്യപ്പെടുത്താം, അതിലേക്കാണ് ഞാനിപ്പോൾ വരുന്നത്. This is important. See, while gifts are about what you do, the fruit is about what you are becoming. ഞാൻ പറഞ്ഞത് ഗിഫ്റ്റ്സ് തരുന്നതിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ശുശ്രൂഷ ചെയ്യാൻ, ചിലരെക്ക് ആത്മവർദ്ധന വരുത്താൻ, ചിലർക്ക് മോട്ടിവേഷൻ കൊണ്ടുവരാൻ, ചിലരെ എക്വിപ്പ് ചെയ്യാൻ. മനസ്സിലാകുന്നുണ്ടോ? ഗിഫ്റ്റ്സ് നമുക്ക് തരുന്നത് ചിലരെ പണിതെടുക്കാൻ, എൻകറേജ് ചെയ്യാൻ, അവരെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ഫ്രൂട്ട് നമുക്ക് തരുന്നത് യു ആർ ബിക്കമിങ്, നിങ്ങൾ അതായിത്തീരുകയാണ് അതിലേക്ക്. മറ്റത് പ്രവർത്തിക്കാനാണ്. സോ ഗിഫ്റ്റ്സ് റിഫ്ലക്ട് പവർ,
ഫ്രൂട്ട് റിഫ്ലെക്ട്സ് ക്യാരക്ടർ. ഒന്ന്, ശക്തിയെ കാണിക്കുന്നു. ഇയാൾ ആത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ചില ശുശ്രൂഷകൾ ചെയ്യുന്നു. ഇതല്ല, സ്വഭാവമാണ്, ക്യാരക്ടറാണ്. സോ വൺ ഈസ് ആക്ഷൻ, ദി അതർ ഈസ് ആറ്റിറ്റ്യൂഡ്. കൃപാവരങ്ങളെല്ലാം ചില ചെയ്യാൻ വേണ്ടിയിട്ടാണ്, മറ്റേത് നമ്മുടെ മനോഭാവമാണ്, നമ്മുടെ നിലപാടാണ്, മാനസികാവസ്ഥയാണ്. ഗിഫ്റ്റ്സ് അട്രാക്ട് പീപ്പിൾ, ഫ്രൂട്ട് അറ്റാച്ചസ് ദം. ഇനി ഈ കൃപാവരങ്ങളുടെ പ്രത്യേകത, ഇപ്പോൾ പ്രവചനം, അങ്ങനെയുള്ള വലിയ അത്ഭുതങ്ങൾ, രോഗസൗഖ്യം, അതിലൂടെ ജനങ്ങൾ, ഈ ഗിഫ്റ്റ്സ് ആർ ക്രൗഡ് പുള്ളേഴ്സ്, ജനങ്ങളെ ആകർഷിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരും. എന്നാൽ ഫ്രൂട്ട് അറ്റാച്ചസ് ദം, എന്നാൽ ആത്മാവിൻ്റെ ഫലമുണ്ടെങ്കിൽ അവരെ ദൈവത്തിലേക്ക് ചേർത്ത് നിർത്തും. അത് കെട്ടിപ്പണിയും. ഈ അത്ഭുതങ്ങൾ കണ്ടവർ തിരിച്ചു പോകാം. നമുക്കറിയാമല്ലോ, യേശുവിൽ നിന്ന് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ പ്രാപിച്ചവരൊക്കെ പിന്നീട് കാണുന്നില്ലായിരുന്നു. എന്നാൽ സ്നേഹ, സന്തോഷ, സമാധാനം ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ അവരെ ദൈവത്തോട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. ഗിവ്സ് മേ പുൾ എ ക്രൗഡ്, ഫ്രൂട്ട് ബിൽഡ്സ് എ കോൺഗ്രിഗേഷൻ. കൃപാവരങ്ങൾ വലിയ ജനക്കൂട്ടങ്ങളെ ആകർഷിക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ ഫലം നല്ല ഒരു കൂട്ടായ്മയെ രസകരമായി ക്രിസ്തുവിൻ്റെ ശരീരമായി പണിതെടുക്കും. ഇനി ഗിഫ്റ്റ്സ് റിവീൽ കാരിസ്മ, ഫ്രൂട്ട് റിവീൽസ് ക്യാരക്ടർ. ഈ കൃപാവരം ഒരു കരിസ്മയാണ്, അല്ലേ, ഒരു ഭയങ്കരമായൊരു വ്യക്തിപ്രഭാവം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരും. എന്നാൽ മറ്റേതാണെങ്കിൽ ക്യാരക്ടറാണ് അതിലൂടെ വെളിപ്പെടുന്നത്. അപ്പോൾ ഗിഫ്റ്റ്സ് ആർ വാട്ട് യു ഡു ത്രൂ ദ സ്പിരിറ്റ്. ആത്മാവിലൂടെ നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയാണ് കൃപാവരങ്ങളെങ്കിൽ ദേ ആർ സർവീസ് ഫോക്കസ്ഡ്. അതൊക്കെ സേവനം ചെയ്യുക, ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഹൂ യു ആർ ഇൻ ദ സ്പിരിറ്റ്, ആത്മാവിൽ നിങ്ങൾ എന്തായിത്തീരുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ക്യാരക്ടർ ഫോക്കസ്ഡ്. അവിടെ സ്വഭാവമാണ് അവിടുത്തെ ഫോക്കസ്. നേരത്തെ പറഞ്ഞ പോലെ കൃപാവരങ്ങൾ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുമ്പോൾ, മറ്റേത് സാവധാനം നമുക്ക് ജീവിതകാലം മൊത്തം കൊണ്ട് പണിതെടുക്കേണ്ട ഒന്നാണ്. ജീവിതകാലം മൊത്തം കൊണ്ട്, ഒരു വർഷം കൊണ്ടോ ആദ്യത്തെ 12 വർഷം കൊണ്ടോ അല്ല, ജീവിതകാലം ഉടനീളം കൊണ്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഞാൻ പറയാം. ഇപ്പം ഇത് ഏതാ നല്ലത്, കൃപാവരം വേണോ ഫലം വേണോ? ഉത്തരം രണ്ടും വേണം. ഇത് രണ്ടിൻ്റെയും ബാലൻസാണ് നമുക്ക് വേണ്ടത്. സംഭവിച്ച് ഞാൻ പറയാം, ഈ ഗിഫ്റ്റ്സിന് മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന ഒരു പ്രവണത വന്നു കഴിഞ്ഞാൽ കരിസ്മാറ്റിക് ചർച്ചസ്, അങ്ങനെയുള്ള പവർ മിനിസ്റ്റർ അത് മാത്രം ഫോക്കസ് ചെയ്ത് പോകും. അപ്പോൾ കുറേ ഡിനോമിനേഷനുകൾ അങ്ങനെ പോയി, അത് മാത്രം പിടിച്ചുകൊണ്ട്. കുറേ ഡിനോമിനേഷനുകൾ അല്ലല്ല, നമുക്ക് ഫ്രൂട്ടാണ് വേണ്ടത്, ഫ്രൂട്ട്, അതിന് വചനമാണ് വേണ്ടത്, വചനം ആത്മാവും. ഈ സ്വഭാവം നീ നന്നായാൽ മതി, പ്രവചിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ അത്ഭുതങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, രോഗികളൊന്നും സൗഖ്യമായാലും കുഴപ്പമില്ല, നീ നന്നായി ജീവിച്ചാൽ മതി. അങ്ങനെ കുറേ ഡിനോമിനേഷൻസ് പുറത്തു വന്നു. എന്നാൽ നമുക്ക് ആവശ്യം എന്താ? ഇത് രണ്ടും ചേർന്നുള്ളൊരു വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് നമുക്ക് ആവശ്യമുള്ളത്. സോ ടു ലിവ് എ ട്രൂലി സ്പിരിറ്റ്ഫുൾ ലൈഫ് വി മസ്റ്റ് നോട്ട് ചൂസ് ഗിഫ്റ്റ്സ് ഓവർ ഫ്രൂട്ട് ഓർ ഫ്രൂട്ട് ഓവർ ഗിഫ്റ്റ്സ്. ബോത്ത് ആർ എസെൻഷ്യൽ. ഇത് രണ്ടും നമുക്ക് ആവശ്യമാണ്. ഓർക്കുക, ഗിഫ്റ്റ്സ് വിതൗട്ട് ഫ്രൂട്ട് ലീഡ് ടു ഇംബാലൻസ്. അത് ഗിഫ്റ്റ്സ് ഉണ്ട് നമുക്ക്, പക്ഷേ ഫ്രൂട്ട് ഇല്ലെങ്കിൽ ഭയങ്കരമായ അസന്തുലിതാവസ്ഥയിലേക്ക് പോകും. അടുത്തത്, ഫ്രൂട്ട് വിത്തൗട്ട് ഗിഫ്റ്റ്സ് ലിമിറ്റ്സ് ഇമ്പാക്റ്റ്. എന്നാൽ സ്നേഹ, സന്തോഷം, നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനാണ്, ക്രിസ്തുവിൻ്റെ സ്വഭാവമൊക്കെ ഉണ്ട്, പക്ഷേ ശുശ്രൂഷയൊന്നുമില്ല, പ്രവചനമില്ല, അത്ഭുതങ്ങൾ നടക്കുന്നില്ല, ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നില്ല, ജനങ്ങൾ രക്ഷിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഇമ്പാക്റ്റ് ഇല്ലാതെ പോകും. ഇത് ഇമ്പാക്റ്റ്ഫുള്ളാണ്, പക്ഷേ ഇംബാലൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ഫ്രൂട്ട് ഇല്ലെങ്കിൽ. സോ എ കംപ്ലീറ്റ് ക്രിസ്ത്യൻ ലൈഫ് ഹാസ് ബോത്ത്. എത്ര പേർക്ക് വേണം കൈ ഉയർത്താം? കർത്താവേ, ഞങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. ഞങ്ങൾ ബാലൻസ്ഡ് ആയിട്ട് ഇത് രണ്ടും ഉള്ളവരായി വളരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്കായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. രോഗികൾ സൗഖ്യമാകട്ടെ. സിവിയർ ആസ്മ ഇപ്പോൾ സൗഖ്യമാകുന്നു, സിവിയർ മൈഗ്രെയിൻ ഇപ്പോൾ സൗഖ്യമാകുന്നു. അതുപോലെ ലങ്സിനെ അഫക്റ്റ് ചെയ്യുന്ന, ഈ ലങ്സിനകത്ത് വെള്ളം കെട്ടിക്കിടക്കുക, അങ്ങനെയുള്ള രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ശരീരത്തിൽ പല സ്ഥലങ്ങളിൽ നീർവീക്കങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കത്താവേ, അങ്ങ് കുഞ്ഞുങ്ങളെ കൊടുക്കണമേ. കൈനീട്ടാം. കർത്താവെ, സ്കിൻ ഡിസീസുകൾ മുതൽ വലിയ രോഗസൗഖ്യങ്ങൾ ഇപ്പോൾ നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അമേൻ, അമേൻ. സോ ഗോഡ് ബ്ലെസ് യു. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ലിങ്ക് എടുത്ത് നിങ്ങൾ വാട്സാപ്പ് സ്റ്റേറ്റസിലിടണം.
ഒത്തിരി പേർക്ക് വാട്സാപ്പ് ഗ്രൂപ്പിലും നേരിട്ടുമൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക. ഗോഡ് ബ്ലെസ് യു. സീ യു ടുമോറോ. ബൈ.